കുറ്റം പറയാൻ വന്നവരുടെ മുൻപിലേക്ക് വിജയത്തിന്റെ ആറ്റം ബോംബ് പൊട്ടിച്ചുകൊണ്ട് പ്ലേ ഓഫിലേക്ക് ഒരു കസേര നീട്ടിയിട്ടിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങ് ഇരുന്നോട്ടെ, ഞങ്ങൾ സേഫ് ആയിട്ട് ആ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിച്ചോട്ടെ എന്നാണ് ഗുജറാത്ത് ടൈറ്റൻസിന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത്. 168 റൺസ് സ്കോർ ചെയ്തിട്ട് 82 റൺസിന്റെ വിജയം. ആ ഒരൊറ്റ വരിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എത്രമാത്രം ആധികാരികമായിരുന്നു ഗുജറാത്തിന്റെ ഇന്നത്തെ വിജയം എന്നുള്ളതാണ്. പോയിന്റ് ടേബിളിൽ തലപ്പത്ത് ഈ സീസണിൽ ആദ്യമായി 16 പോയിന്റുകൾ നേടുന്ന ടീം, പ്ലേ ഓഫ് ഉറപ്പിച്ച ടീം എന്ന് ഇപ്പോൾ നിലവിൽ കംപ്ലീറ്റ്ലി അങ്ങോട്ട് പറയാൻ പറ്റൂലെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലേ ഓഫ് ഗുജറാത്ത് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. തുടരെ ബാക്ക് ടു ബാക്ക് ഇത്രയും വിജയങ്ങൾ വിജയിച്ച് കയറുന്ന ഈ ഒരു ടീമിന്റെ കൺസിസ്റ്റൻസി എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺസിസ്റ്റൻസി. സിറാജ്, റബാദ, ഹോൾഡർ, പ്രസീദ് കൃഷ്ണ, അതുപോലെ അവരുടെ ഏറ്റവും സ്റ്റൈലിഷ് സ്പിൻ ബൗളർ റാഷിദ് ഖാൻ എന്ന് എറിയേണ്ട വന്നത് വെറും 5 ബോളുകളാണ്. അത്രമാത്രം പവർഫുൾ ആയിട്ടാണ് ഗുജറാത്തിന്റെ മുന്നേറ്റം. എടുത്തു പറയേണ്ടതാണ്, കൈയടിക്കേണ്ടതാണ് ആ ക്യാപ്റ്റൻ ഗില്ലിന്റെ പ്രകടനങ്ങൾ, ഫീൽഡ് പ്ലേസ്മെന്റ്, ബാക്കി കാര്യങ്ങളെല്ലാം. പക്ഷെ അതിനോടൊപ്പം തന്നെ സായി സുദർശൻ എന്ന് പറയുന്ന ബാറ്റ്സ്മാനെ കുറിച്ചും വാഷിംഗ്ടൺ സുന്ദർ എന്ന മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനെ കുറിച്ചും പറയാണ്ടിരിക്കാൻ പറ്റൂല. സായി സുദർശന്റെ ഇന്നിങ്സ് സ്ലോ ആണ്, ഇങ്ങനെയാണോ ഒരു ഓപ്പണർ കളിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ടീമിന് ഈ കളി ആണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സായിന്റെ പ്രകടനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വാഷിംഗ്ടൺ സുന്ദറിന്റെ 2 ഷോട്ടുകൾ, അതായത് ഇന്ന് മത്സരം ഫിനിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആരുടെ ഓവറിലായിരുന്നു, ഇഷാൻ മലിംഗയുടെ ഓവറിലായിരുന്നു തോന്നുന്നു, 2 കിഡിലൻ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ലെഗ് സൈഡിലേക്ക് ഒരു 4ഉം ഒരു കിഡിലോസ്കി 6കളും. ആ 2 ഷോട്ട് കണ്ടിട്ട് പലപ്പോഴും പറയാറുള്ളത് പോലെ ഗുജറാത്തിന്റെ മിഡിൽ ഓർഡറിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയ ബാറ്റ്സ്മാനാണോ വാഷിംഗ്ടൺ എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയ ബാറ്റ്സ്മാനാണ് ഞാനെന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് വാഷിംഗ്ടണിന്റെ ആ ഷോട്ടുകൾ. പേര് കേട്ട വമ്പൻ ബാറ്റ്സ്മാൻമാരുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വെറും 86 റൺസിന് ഓൾ ഔട്ട് ആക്കിക്കൊണ്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിൽ എല്ലാ ടീമുകളോടും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ബൗളിങ്ങിനെ ഫേസ് ചെയ്യാൻ നീയൊക്കെ വളർന്നോടാ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. അവസാന 5 കളികളിലും ജയിച്ചു കയറുന്ന ഈ ഗുജറാത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാൻ വേണ്ടിയിട്ടുള്ളത്? സൺറൈസേഴ്സ് ഹൈദരാബാദ് തിരിച്ചു വരട്ടെ. എന്തായാലും ഓരോ മത്സരങ്ങളും ഉഷാറായിട്ട് മുന്നോട്ട് പോവാണ്. ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? കമന്റ് ബോക്സിൽ പറയണേ.